ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വിൻഡോൻ്റെയും ഡോറിൻ്റെയും പിന്നെ വെൻറ്റിലേറ്ററിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നായിരുന്നു നോർമൽ നോക്കിയത്. ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു വാട്ടർ ടാങ്കിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ സിലബസിൽ മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യും സെയിം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു വ്യത്യാസമേ ഉള്ളൂ. മൊഡ്യൂൾ 2വിൽ പറയുന്നത് 1 റൂംഡ് ഒരു ബിൽഡിങ്, 2 റൂംഡ് ബിൽഡിങ്, 3 റൂംഡ് ബിൽഡിങ്, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ, അതായത് വിത്തൗട്ട് ഫിനിഷിംഗ് ഐറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ് ഒക്കെയാണ് ഫിനിഷിംഗ് ഐറ്റത്തിൽ വരിക. ഇനി ഈ വിത്ത് ഫിനിഷിംഗ് ഉള്ളതിൻ്റെ എസ്റ്റിമേഷൻ, അതായത് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ് നിങ്ങളെ 3rd മൊഡ്യൂളിൽ ഉള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്കിപ്പം രണ്ടിൻ്റെ, അതായത് വിത്ത് പ്ലാസ്റ്ററിങ് ഉള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടും സെയിം സാധനം തന്നെയാണ്. ഒന്നിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി ചെയ്യാനുണ്ട്, മറ്റേതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി ചെയ്യാനില്ല, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് മൊഡ്യൂൾ 2ഉം 3യും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ഈ എസ്റ്റിമേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഇനി കൺഫ്യൂഷൻ ആവണ്ട, മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഫിനിഷിംഗ് ഐറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയല്ലോ. ഇനി നമുക്ക് ഇതിൽ ഈ വാട്ടർ ടാങ്കിൻ്റെ പോർഷനും പിന്നെ ഒരു റോഡിൻ്റെ ഒരു പോർഷനും കൂടെ ഉണ്ട്, റോഡിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് A to Z ഒരു 1-2 പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. എസ്റ്റിമേഷൻ ഓഫ് വാട്ടർ ടാങ്ക്. The figures show plan and section of a ground level water tank. Estimate the earthwork excavation, RCC work for floors, walls and roof slab. ഈ ടാങ്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു ഗ്രൗണ്ട് ലെവലിൽ ഉള്ളതല്ല. ഇപ്പം ഇതിൻ്റെ ഈ പോർഷൻ, ഇതിപ്പോൾ ഗ്രൗണ്ട് ലെവൽ, ഈ ഗ്രൗണ്ട് ലെവലിന് കുറച്ച് താഴോട്ടും മുകളിലോട്ടുമായിട്ട് കിടക്കുന്ന വാട്ടർ ടാങ്കാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷനും കണ്ടുപിടിക്കണം. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? RCC വർക്ക് ഫോർ ഫ്ലോർസ്, വാൾസ് ആൻഡ് റൂഫ് സ്ലാബ്. ഇപ്പം ഈ ഫിഗറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷനും പ്ലാനും തന്നിട്ടുണ്ട്. പിന്നെ ഈ പോർഷൻ, ഹോഞ്ച് പോർഷൻ്റെ ഡീറ്റെയിലാണ് ഇവിടെയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ പോർഷൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്നർ ഡയമെൻഷനൊക്കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3500 mm, അതായത് 3.5. ഇത് കാണിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ലെവലാണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 800 mm. അതിൻ്റെ മുകളിലായിട്ട് എന്തുണ്ട്? ഇതിൻ്റെ കവറും ഉണ്ട്. അതെന്ന് പറയുന്നത് 100 mm ആണ്. പിന്നെ ഈ പോർഷനിലായിട്ട് അവിടെ ഒരു മൈൽഡ് സ്റ്റീൽ കവർ ഉണ്ട്, 50 mm ഡയമീറ്ററുള്ള. ഓക്കെ, ഇവിടെയുള്ള പ്രൊജക്ഷൻ എത്രയാണ്? 200 ആണ്. പിന്നെ ഈ ബേസ് സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 300 mm ആണ്. ഓക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്, നമ്പേഴ്സ് എത്ര ഉണ്ട്, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, ദെൻ ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി, ഇത്രയാണ് ടാബുലാർ ഫോർമാറ്റിൽ വേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യണ്ടേ. അപ്പം അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഡെപ്ത്തും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമുക്ക് ആദ്യം ഡെപ്ത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 2.2 എന്ന് പറയുന്നത് ഇവിടെ മുതൽ, അതായത് ഈ ബേസ് സ്ലാബ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ മുതൽ ഗ്രൗണ്ട് ലെവൽ വരെയാണ് 2.2. പ്ലസ് ബേസ് സ്ലാബിൻ്റെ തിക്നെസ് 300 mm ആണ്, അതായത് 0.3. അപ്പോൾ 2.2 പ്ലസ് 0.3 എന്ന് പറയുന്നത് എത്രയാണ്? 2.5. അപ്പോൾ നമുക്ക് ഡെപ്ത്ത് കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? ലെങ്ത്തും വിഡ്ത്തും. പ്ലാനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കിട്ടും 4.3, ഡെപ്ത്തും പ്ലാനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 4.3 ഡെപ്ത്ത് അല്ല, സോറി, വിഡ്ത്ത് 4.3 / 2.8 ആണ് പ്ലാൻ ഡയമെൻഷൻ. ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.5. ദെൻ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നതാണ്. എന്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ കിട്ടിയത്? എർത്ത് വർക്ക് എക്സ്കവേഷന് ക്വാണ്ടിറ്റി. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? RCC ആണ്. RCCൻ്റെ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കണം. RCCൻ്റെ ഫ്ലോർ ഉണ്ട്, വാൾ ഉണ്ട്, ഹോഞ്ച് പോർഷൻ ഉണ്ട്, റൂഫ് സ്ലാബ് ഉണ്ട്. ഹോഞ്ച് എന്ന് പറയുന്നത് ഈ പോർഷനാണ്. പിന്നെ ദെൻ ഉള്ളത് റൂഫ് സ്ലാബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്ലോറിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം. ഫ്ലോറിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇപ്പം പ്ലാനിൽ കിട്ടിയല്ലോ, 4.3 / 2.8 ഇൻറ്റു ഈ ബേസ് സ്ലാബിൻ്റെ തിക്നെസ്, അതാണ് ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത്, അത് 0.3 ആണല്ലോ.
അപ്പോൾ നമുക്ക് 4.3 ഇൻറ്റു 2.8 ഇൻറ്റു 0.3 നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ വാളാണ്. വാൾ പോർഷൻ ഇതാണല്ലോ, ഇതാണ് നമ്മുടെ വാൾ പോർഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിഗറിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇപ്പം ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 3.5 എന്ന് പറയുന്നത്. പ്ലസ് നമുക്ക് എത്ര തിക്നെസ് ഉള്ള വാളാണ്? 200 mm തിക്നെസ് ഉള്ള വാളാണ്. അപ്പം 0.2 0.2 അപ്പോൾ എത്ര വരും? 0.2 വേണ്ട, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മതിയല്ലോ. അപ്പോൾ നമുക്ക് 3.5 പ്ലസ് 0.1 3.6 പ്ലസ് 0.1 3.7. ഇനി ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്, ഇവിടെ എന്താണ് ഇന്നർ ലീ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതിനെ ക്രോസ് സെക്ഷൻ എടുത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഹോഞ്ച് പോർഷനും നമ്മൾ കാണുമല്ലോ മുകളിൽ നോക്കുമ്പോൾ പ്ലാൻ വരയ്ക്കുമ്പം. അപ്പം ഇതിൻ്റെ ഒരു തിക്നെസ് ആണ് ഉള്ളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 300 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുതന്നെയല്ലേ 300/300. അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് 300 ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ ആണല്ലോ, അതാണ് ഈ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔട്ടറിലാണ് എന്ത് വരുന്നത്? വാൾ വരുന്നത്. അപ്പം ഇന്നർ ടു ഔട്ടർ ഓഫ് ഹോഞ്ചാണ് നമുക്ക് 3.5 തന്നിരിക്കുന്നത്. പ്ലസ് എന്തുണ്ട് ഇവിടെ ഒരു ഇത് ഇത്ര 20 സെൻറ്റിമീറ്റർ വാളാണ്. അപ്പോൾ 0.1 ഇങ്ങോട്ടും ഉണ്ടാവും, 0.1 ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ 3.5 പ്ലസ് 0.1 3.6 3.7. അപ്പോൾ 3.7 കിട്ടി. ഇനി ഇവിടെ 2 ആണുള്ളത്. ഔട്ടർ ടു ഔട്ടർ ഓഫ് ഹോഞ്ച് എന്ന് പറയുന്നത് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്ലസ് എന്ത് ചെയ്യണം? 0.1 പ്ലസ് 0.1 2.2. അങ്ങനത്തെ 2 വാൾ ഉണ്ടല്ലോ, 2 സൈഡിലുണ്ട്. അപ്പോൾ 3.7 പ്ലസ് 2.2 ഇൻറ്റു 2 നമുക്ക് എന്ത് കിട്ടും? 11.8 കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയ ലെങ്ത് ആണ്. അതിൻ്റെ തിക്നെസ് നമുക്കറിയാം എത്രയാണ്? 0.2. വാൾ ഹൈറ്റ് എത്രയാണ്? 3 മീറ്റർ. ഓക്കെ ആണല്ലോ. ലെങ്ത്ത്, വിഡ്ത്ത്, ഡെപ്ത്ത് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഹോഞ്ച് പോർഷൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത്രയും പോർഷൻ്റെ അല്ലേ, നമ്മൾ വാള് ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ വാള് കഴിഞ്ഞിട്ടുള്ള ഇത്രയും പോർഷൻ്റെ ഇതിൻ്റെ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 ആണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 300. അപ്പോൾ ഇതെന്താണ്? ഒരു ട്രയാങ്കുലാർ ആയിട്ടുള്ളൊരു ക്രോസ് സെക്ഷൻ ട്രയാങ്കിളാണ്. പക്ഷേ ഇതിന് എന്തുണ്ട്? ഇത് അങ്ങനെ ലെങ്ത്തിലോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എടുക്കാം. ഈ ട്രയാങ്കുലാർ പോർഷൻ്റെ ഏരിയ ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഈ സൈഡിൽ അങ്ങ് എൻഡ് വരെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ സൈഡിലെ ആ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഇപ്പം ഈ ക്രോസ് സെക്ഷനിൽ നോക്കിയിട്ടുണ്ട്, ഇതിൻ്റെ ഔട്ടർ ടു ഔട്ടർ ആണ് 3.5. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ എടുക്കുമ്പോൾ എത്ര വരും? 3.5 നിന്ന് 0.3 മൈനസ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3.2. കാരണം എന്താ 0.3 മൈനസ് ചെയ്യാൻ കാരണം ഇവിടെ ഒരു 0.15 ഉണ്ട്, ഇവിടെ ഒരു 0.15. അപ്പോൾ നമുക്ക് 3.2 കിട്ടും. ഇനി ഇവിടെ ഔട്ടർ ടു ഔട്ടർ 2 ആണ്. 2-ൽ നിന്ന് 0.3 മൈനസ് ചെയ്താൽ പോരെ, നമുക്ക് 1.7 കിട്ടില്ലേ. അതായത് ഇവിടുത്തെ തിക്നെസ് 300, ഇവിടുത്തെ തിക്നെസ് 300. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3.2 പ്ലസ് 1.7 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 9.8 കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയ ലെങ്ത്താണ്. ഇനി നമ്മൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുക. അതായത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു 0.3 ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അതായത് ബ്രെഡ്ത്തും ഡെപ്ത്തും കൂടെ ഉള്ള ക്വാണ്ടിറ്റിയാണ് ഇതായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടിലും കൂടെ എഴുതേണ്ടതാണ്. 0.045 എന്ന് പറയുന്ന ഏരിയ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇൻറ്റു ലെങ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റി കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിനാണ്? റൂഫ് സ്ലാബിൽ വരുന്ന RCCൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റൂഫ് സ്ലാബിൽ നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്ലാനിൽ കിട്ടി 4.3. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്ലാനിൽ കിട്ടി 2.8. തിക്നെസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ 0.1. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി. ജസ്റ്റ് നമുക്കിപ്പം എന്താണ് ആകെ നമുക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ ക്വാണ്ടിറ്റി സർവേയിൽ പഠിക്കാൻ. ഫിഗർ നന്നായിട്ട് അനലൈസ് ചെയ്യുക, എന്നിട്ട് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ? സെൻറ്റർ ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനേ ഉള്ളൂ. ബാക്കി മെത്തേഡ്സൊക്കെ എല്ലാം ഏത് സാധനമാണെങ്കിലും, അത് ബിൽഡിംഗ് ആണെങ്കിലും ഇപ്പോൾ ഒരു എന്താണ് വാട്ടർ ടാങ്ക് ആണെങ്കിലും ഒക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Calculate the quantities of earthwork excavation, brickwork for staining, RCC work for the well curb for the
മേസൺറി വെൽ ഗിവൺ ബിലോ. അപ്പോൾ ഒരു മേസൺറി വെല്ലാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ വെൽ കേബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടത്തിലുള്ള ഈ പോർഷനാണ് വെൽ കേബ് എന്ന് പറയുന്നത്. ഓക്കെ, മേസൺറി സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഈ മേസൺറി വാളാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. 0.4 വെൽ കേബിൻ്റെ ഡീറ്റെയിൽസ് 0.4, ഇവിടെ 0.4, ഇവിടെയുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 0.05 ആണ്. ഇത് 16 മീറ്റർ ആണ്. ഇതിൻ്റെ ഇന്നർ ടു ഇന്നർ 3.5 മീറ്റർ, തിക്നെസ് എത്രയാണ് 30 സെൻറ്റിമീറ്റർ. ഇത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര താഴെയാണ് 1 മീറ്റർ. അപ്പോൾ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷനും ബ്രിക്ക് വർക്ക് RCCൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടാബുലാർ ഫോമിൽ തന്നെ ചെയ്യുക. എർത്ത് വർക്ക് എക്സ്കവേഷൻ, RCC, ബ്രിക്ക് വർക്ക്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. ഇതെന്താണ്? ഒരു സർക്കുലർ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ കണ്ടുപിടിക്കുന്നതിൽ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ നമ്മൾ ഏരിയ ആയിട്ട് എഴുതുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? π/4 d². അപ്പോൾ d² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയമീറ്റർ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3.5 തന്നിട്ടുണ്ട്, പ്ലസ് 0.3 പ്ലസ് 0.3, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.1 കിട്ടും. ഇനി പ്ലസ് 0.05 പ്ലസ് 0.05, അപ്പോൾ എന്ത് കിട്ടും? 4.2 കിട്ടും. അപ്പോൾ π/4 ഇൻറ്റു 4.2 സ്ക്വയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതായത് ഏരിയ കിട്ടുക. ഏരിയ ഇൻറ്റു ഡെപ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വോളിയം കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് RCC ആണ്. RCCൻ്റെ ക്വാണ്ടിറ്റി ആകെ നമുക്ക് RCC വെൽ കേബിൽ മാത്രമേ ഉള്ളൂ. ഈ ട്രയാങ്കുലർ പോർഷനെയാണ് വെൽ കേബ് എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വെൽ കേബ് ഔട്ടറിൽ മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങനെ കൊടുത്തിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ഔട്ടറിലുള്ള അതിൻ്റെ പെരിമീറ്റർ കാണണം. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? πd അല്ലേ. അപ്പം πd എന്ന് പറയുമ്പോൾ നമ്മൾ ഈ d എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ കിട്ടിയത് 4.2 ആണ് അല്ലേ. അത് ഔട്ടർ ടു ഔട്ടറാണ് 4.2. അപ്പോൾ നമുക്ക് അത്ര എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4.2ൽ നിന്ന് മൈനസ് എന്ത് ചെയ്യണം? ഈ വെൽ കേബിൻ്റെ വിഡ്ത്ത് എത്രയാണ് നിങ്ങൾക്ക് ക്രോസ് സെക്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും. 0.4 ആണ്. അപ്പോൾ നമ്മൾ ഈ 3.8ൽ നിന്ന് 0.4 മൈനസ് ചെയ്താലേ നമുക്ക് ആ ഡയമീറ്റർ കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക? π ഇൻറ്റു 4.2 മൈനസ് 0.4, അപ്പോൾ എത്ര കിട്ടും? 3.8. πd എന്ന് പറയുന്നത് നമുക്ക് പെരിമീറ്റർ കിട്ടി, അതായത് ലെങ്ത്ത് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 11.932 എങ്ങനെയാണ് കിട്ടുന്നത്? π ഇൻറ്റു 3.8. നെക്സ്റ്റ് നമുക്ക് ഏരിയ ആണ് വേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ആയിട്ട് ചെയ്തതാണ്. അപ്പം ട്രയാങ്കുലർ പോർഷൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹാഫ് BH, അതായത് ഹാഫ് ഇൻറ്റു 0.4 ഇൻറ്റു 0.4. ഓക്കെ ആണല്ലോ? അതാണ് എന്ത്? 0.08 എന്ന് പറഞ്ഞ് ടേബിളിൽ എഴുതിയിരിക്കുന്നത്. ഹാഫ് BH. ഓക്കെ, ഇനി ഏരിയ ഇൻറ്റു ലെങ്ത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. ആ ക്വാണ്ടിറ്റിയാണ് 0.955. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട ഏതാണ്? ബ്രിക്ക് വർക്ക് ഫോർ സ്റ്റെയിനിങ്. സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? വാളല്ലേ, ഔട്ടർ വാൾ. ആ വാളിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വാളിൻ്റെയും ലെങ്ത്ത് നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? അതായത് ഓൾ അറൗണ്ട് ആണുള്ളത്. അപ്പം നമുക്ക് പെരിമീറ്റർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ πd ആണ്. അപ്പം π ഇൻറ്റു എത്രയാണ് d എന്ന് വരുന്നത്? 3.8. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? π ഇൻറ്റു 3.8 ചെയ്യുമ്പോൾ 11.932 എന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ തിക്നെസ്, വാൾ തിക്നെസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 0.3 ആണ്. എത്ര ഹൈറ്റിൽ വാളുണ്ട്? 16 മീറ്ററിലും വാളാണ്. അപ്പം ഇൻറ്റു ഹൈറ്റ് 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടി. ഇപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കിട്ടിയത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെയും കിട്ടി, RCC ആയിട്ട് ഒരു സാധനമുള്ളത് വെൽ കേബാണ്. പിന്നെ നമുക്ക് ബ്രിക്ക് വർക്കിൻ്റെയും ക്വാണ്ടിറ്റി കിട്ടി. അപ്പം നിങ്ങൾക്കൊരു 2 ടൈപ്പേ ഉള്ളൂ വാട്ടർ ടാങ്കിൻ്റെ കേസ്. ഇത് രണ്ടും ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പോർഷൻ, അതായത് ഒരു റോഡ് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം, അതായത് A to Z കംപ്ലീറ്റ് ഡിഡക്ഷനൊക്കെ ചെയ്യുന്നതും ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ നമുക്കത് ചെയ്തു നോക്കാം. അതോടെ ഈ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ്റെ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക്
കുറച്ച് തിയറി പോർഷൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഈ പ്രോബ്ലംസൊക്കെ ശരിക്കും വർക്കൗട്ട് ചെയ്യുക, നോട്ട് കംപ്ലീറ്റ് ചെയ്യുക.